നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ എക്സ്റേ യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി. പുതിയ ബ്ലോക്കിൽ ശീതീകരണ സംവിധാനത്തിൽ എക്സ്റേ ഡിജിറ്റൽ മെഷീൻ, ദന്തൽ എക്സ്റേ യൂണിറ്റും ഉദ്ഘാടനം ചെയ്തു. തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡിൽ ബസ് ബേ സംവിധാനം ഏർപ്പെടുത്തിയില്ല. ഇന്നു മുതൽ ബസ്സുകൾ കയറണമെന്ന നിർദ്ദേശം നടപ്പായില്ല. വ്യാഴാഴ്ച ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി. ചങ്ങനാശ്ശേരിയിൽ ജ്വല്ലറിയിൽ നിന്നും മാലകൾ മോഷ്ടിച്ചോടിയ യുവാവിനായി തെരച്ചിൽ. നഷ്ടപ്പെട്ടത് 2 പവൻ സ്വർണം. വാർത്തകൾ വിശദമായി. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ എക്സ്റേ ലാബ് ഉദ്ഘാടനം ചെയ്തു. വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടൊപ്പം ദന്തൽ എക്സ്റേ യൂണിറ്റും പ്രവർത്തനം തുടങ്ങി. മലയോര മേഖലയുടെ പ്രധാന ആതുരാലയമായ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ എക്സ്റേ ലാബ് പ്രവർത്തനം തുടങ്ങി. മാസങ്ങൾക്ക് മുമ്പ് വാഴൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പുതിയ ജനറൽ ആശുപത്രി കെട്ടിടത്തിൽ പുതിയ എക്സ്റേ ഡിജിറ്റൽ മെഷീൻ വാങ്ങി സ്ഥാപിച്ചിരുന്നെങ്കിലും AC പിടിപ്പിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് എക്സ്റേ യൂണിറ്റിന്റെ പ്രവർത്തനം അനിശ്ചിതത്വത്തിലായിരുന്നു. നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് ശീതീകരണ സംവിധാനം ഏർപ്പെടുത്തി എക്സ്റേ യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി. വാഴൂർ ബ്ലോക്ക് പ്രസിഡന്റ് മുകേഷ് കെ മണി ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രൊവൈഡിൻ്റെ ഭാഗമായി പുതിയ എക്സ്റേ യൂണിറ്റ് നമുക്കറിയാം. മുഴുവൻ പുതിയ ബ്ലോക്കിലേക്ക് മാറിയ സമയത്ത് എക്സ്റേ യൂണിറ്റ് മാത്രമാണ് അല്പം അകലെ കിടന്നത്. അതുകൊണ്ട് നമ്മുടെ പുതിയ ബിൽഡിങ്ങിനകത്തേക്ക് എത്തണം എന്നുള്ള രീതിയിലാണ് ആ സമയത്ത് തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഇതിനായി കൂട്ടായ തീരുമാനമെടുത്തുകൊണ്ടാണ് പുതിയ എക്സ്റേ യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ അതിനെല്ലാം തന്നെ സാങ്കേതികപരമായ പ്രശ്നങ്ങളുണ്ട്. കാരണം നമുക്കറിയാം ബ്ലോക്ക് പഞ്ചായത്ത് ഇത്തരത്തിൽ ഒരു എക്സ്റേ യൂണിറ്റുമായി ബന്ധപ്പെട്ട് പ്രോജക്റ്റ് വെക്കുന്നത് നമുക്കൊരു KMCയിലെ റേറ്റ് കോൺട്രാക്ടുള്ള കമ്പനിയുമായി വിളിച്ച് സംസാരിച്ചതിന് ശേഷം അവരുമായി ഒട്ടേറെ ചർച്ചകൾക്ക് ശേഷമാണ് അവർ കൃത്യമായി ഈ രംഗത്ത് നമുക്ക് മിഷൻ സപ്ലൈ ചെയ്യുന്ന രീതിയിലേക്ക് വന്നത്. പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിൽക്കുക. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ചില അനിശ്ചിത പേയ്മെൻറ്റ് ബാക്കിയുള്ള കാര്യങ്ങളുള്ളത് ഇപ്പോൾ തന്നെ നിൽക്കുക. ആ ബുദ്ധിമുട്ടിനിടയിലും അത് കൃത്യമായി തന്നെ ആ സേവനം 6 മാസത്തിനുള്ളിൽ പൂർണ്ണമായി നമുക്ക് നൽകുവാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജി പാമ്പൂരി അധ്യക്ഷനായി. ബ്ലോക്ക് പ്രസിഡന്റ് ഗീത S. പിള്ള, പഞ്ചായത്ത് അംഗങ്ങളായ PM ജോൺ, B. രവീന്ദ്രൻ നായർ, ലതാ ഉണ്ണികൃഷ്ണൻ, KS ശ്രീജിത്ത്, മിനി സേതുനാഥ്, വാർഡ് മെമ്പർ ആന്റണി മാർട്ടിൻ, BDO PN സുജിത്ത്, സൂപ്രണ്ട് സാവൻ സാറ മാത്യു, ആശുപത്രി വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. മലയോര മേഖലയിലെ ജനങ്ങളുടെ ഏക ആശ്രയമായ ജനറൽ ആശുപത്രിയിൽ ദിനംപ്രതി 1000-ലധികം രോഗികളാണ് ചികിത്സ തേടിയെത്തുന്നത്. ദിവസവും 100-ലധികം ആളുകളുടെ എക്സ്റേ ഇവിടെ എടുത്തിരുന്നു. 130 രൂപ മുതൽ 200 രൂപ വരെയാണ് ഇവിടെ എക്സ്റേയുടെ നിരക്ക്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉള്ളവർക്ക് സൗജന്യവുമാണ്. ഇതോടൊപ്പം ദന്തൽ എക്സ്റേ യൂണിറ്റും ആശുപത്രിയിൽ പ്രവർത്തനം തുടങ്ങി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. കോട്ടയം തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡിൽ ഇന്നു മുതൽ ബസ്സുകൾ കയറിയിറങ്ങണമെന്ന നിർദ്ദേശം നടപ്പായില്ല. ഒരു ദിവസത്തെ സാവകാശം കൂടി ഇന്ന് നടന്ന ജില്ലാ ലീഗൽ അതോറിറ്റിയുടെ സിറ്റിംഗിൽ നഗരസഭാ സെക്രട്ടറി ആവശ്യപ്പെട്ടിരുന്നു. ബസ് സ്റ്റാൻഡിലെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നതിന്റെ ഭാഗമായാണ് സ്റ്റാൻഡിലൂടെയുള്ള ഗതാഗതം നിരോധിച്ചത്. കോട്ടയം തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡിൽ ഇന്നു മുതൽ ബസ്സുകൾ കയറിയിറങ്ങണമെന്ന നിർദ്ദേശം നടപ്പായില്ല. ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സിറ്റിംഗ് അടിയന്തരമായി ബസ് ബേ ഒരുക്കി ബുധനാഴ്ച സ്റ്റാൻഡിൽ പ്രവർത്തനം സാധാരണ നിലയിലാകുമെന്ന് കോട്ടയം നഗരസഭ നൽകിയ ഉറപ്പ് ഇതോടെ ലംഘിക്കപ്പെട്ടു. ബസ് ബേ അടക്കമുള്ള ക്രമീകരണങ്ങൾ പ്രതികൂല കാലാവസ്ഥ മൂലം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് സെക്രട്ടറി അറിയിച്ചു. വ്യാഴാഴ്ച മുതൽ ബസ് സ്റ്റാൻഡിലൂടെ സർവീസ് നടത്തുവാൻ ക്രമീകരണം ഒരുക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. കോട്ടയം തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡിനുള്ളിലെ ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടിടം കാലപ്പഴക്കത്താൽ പൊളിച്ചു നീക്കണമെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് സ്റ്റാൻഡിനുള്ളിലൂടെയുള്ള ബസ്സുകളുടെ സർവീസ് കോട്ടയം നഗരസഭ നിർത്തിവെച്ചത്. ഇതോടെ കഴിഞ്ഞ 10 മാസമായി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ യാത്രക്കാരെ കയറ്റിയിറക്കിയാണ് സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്നത്. എന്നാൽ ഇത് കോട്ടയം ടൗണിലെത്തുന്ന ആയിരക്കണക്കിന് യാത്രക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടും ഗതാഗതക്കുരുക്കും പരിഗണിച്ചുകൊണ്ടാണ് ജില്ലാ ഭരണകൂടം പഴയ ബസ് സ്റ്റാൻഡ് തുറക്കാൻ ആവശ്യപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചങ്ങനാശ്ശേരിയിൽ ജ്വല്ലറിയിൽ നിന്നും സ്വർണമാലകളുമായി ഓടി രക്ഷപ്പെട്ട യുവാവിനായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചു. സെൻട്രൽ ജംഗ്ഷനിലെ ഗുരുവരം ജ്വല്ലറിയിൽ നിന്നും ഇന്നലെ വൈകുന്നേരം 4:20 1 പവന്റെ 2 മാലകളുമായി മോഷ്ടാവ് രക്ഷപ്പെട്ടത്.
ചങ്ങനാശ്ശേരിയിലെ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണമാലകളുമായി ഓടി രക്ഷപ്പെട്ട യുവാവിനായുള്ള അന്വേഷണം ഊർജിതമാക്കി. സ്വർണം വാങ്ങാൻ എന്ന വ്യാജേന എത്തി മാലകൾ തെരഞ്ഞെടുക്കുന്നതിനിടെ ജീവനക്കാരനെ കബളിപ്പിച്ച് ഇറങ്ങി ഓടുകയായിരുന്നു. മാസ്ക് ധരിച്ചെത്തിയ ഇയാൾ മാലകൾ നോക്കാൻ കണ്ണാടിക്ക് മുന്നിലേക്ക് മാറിയത് ജീവനക്കാരൻ അഗസ്റ്റിൻ ശ്രദ്ധിച്ചെങ്കിലും മോഷ്ടാവ് തക്കം നോക്കി മാലകളുമായി ഓടിക്കളഞ്ഞു. ഈ ദൃശ്യങ്ങൾ ജ്വല്ലറിയിലെ നിരീക്ഷണ ക്യാമറയിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. തുടർന്ന് കടയിലെ ജീവനക്കാരൻ അഗസ്റ്റിൻ ഇയാളുടെ പിന്നാലെ കാവാലം ബസാർ വരെ ഓടിയെങ്കിലും മോഷ്ടാവിനെ പിടികൂടാൻ കഴിഞ്ഞില്ല. ചങ്ങനാശ്ശേരി സ്വദേശി ആർ രാജേഷിന്റെ ഉടമസ്ഥതയിലുള്ള ജ്വല്ലറിയാണിത്. ചങ്ങനാശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പൊൻകുന്നം ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ ദേശീയപാതയ്ക്ക് മേലെ മേൽപ്പാലം നിർമ്മിക്കണമെന്ന് ആവശ്യം. ഈ ആവശ്യം ഉന്നയിച്ച് കേരള കോൺഗ്രസ് എം ചിറക്കടവ് മണ്ഡലം കമ്മിറ്റി ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജിന് നിവേദനം നൽകി. കൊല്ലം ഡിണ്ടിഗൽ ദേശീയപാതയും പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയും സംഗമിക്കുന്ന പൊൻകുന്നം ടൗണിലെ ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ മേൽപ്പാലം നിർമ്മിക്കണമെന്ന് ആവശ്യം. ദേശീയപാതയ്ക്ക് സമാന്തര പാതകൾ ഇല്ലാത്തതിനാൽ പല സമയങ്ങളിലും പൊൻകുന്നം ടൗണിൽ വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഇടതടവില്ലാതെ വാഹനങ്ങൾ കടന്നു പോകുന്നതോടെ കാൽനടയാത്രക്കാർ വല്ലാതെ ബുദ്ധിമുട്ടുന്നു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും വയോധികരും റോഡ് മുറിച്ചു കടക്കാനും തിരികെ ബസ് സ്റ്റാൻഡിലേക്ക് കടക്കാനും വളരെയേറെ ബുദ്ധിമുട്ടുന്നുണ്ട്. ടൗണിലുള്ള സീബ്ര ലൈനിൽ കാൽനടയാത്രക്കാർക്ക് മുറിച്ചു കടക്കുന്നതിനായി വാഹനങ്ങൾ തടഞ്ഞിടുന്നതും ഏറെ ഗതാഗത കുരുക്കുണ്ടാകുന്നു. സ്റ്റാൻഡിന് മുൻപിൽ ദേശീയപാതയ്ക്ക് കുറുകെ മേൽപ്പാലം പണിത് ഗതാഗത കുരുക്ക് ഒഴിവാക്കണമെന്ന ആവശ്യവുമായി കേരള കോൺഗ്രസ് എം ചിറക്കടവ് മണ്ഡലം കമ്മിറ്റി ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജിന് നിവേദനം നൽകിയിട്ടുണ്ട്. കൊല്ലം ഡിണ്ടിഗൽ ദേശീയപാതയും പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയും സംഗമിക്കുന്ന പൊൻകുന്നത്ത് നമുക്കറിയാം, മണ്ഡല കാലഘട്ടങ്ങളിൽ ശബരിമല സീസണിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന പൊൻകുന്നത്ത് കാൽനട യാത്രക്കാർക്ക് ഏറെ സൗകര്യപ്രദമാവുന്ന രീതിയിൽ പൊൻകുന്നം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ഒരു പുതിയ മേൽപ്പാലം നിർമ്മിക്കണം എന്ന് കേരള കോൺഗ്രസ് പാർട്ടി ആദരണീയനായ MLAയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പൊൻകുന്നത്തിൻ്റെ ഗതാഗത കുരുക്കിൽ കാൽനട യാത്രക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ഒരു പരിധിവരെ കുറയ്ക്കുന്നതിനും വളരെ സുഗമമായി ആളുകൾക്ക് റോഡിന് മറുകര എത്തുന്നതിനും അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡിലേക്ക് ആളുകൾക്ക് കയറുന്നതിനുമൊക്കെ സൗകര്യപ്രദമായ രീതിയിൽ, മനോഹരമായ രീതിയിൽ പൊൻകുന്നത്തിൻ്റെ പ്രൗഢിക്ക് ഒത്ത വിധത്തിൽ ഒരു മേൽപ്പാലം നിർമ്മിക്കണം എന്നാണ് കേരള കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നോ സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ടിൽ ഉൾപ്പെടുത്തിയോ ഈ മേൽപ്പാലം നിർമ്മിക്കണം എന്ന് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചിറക്കടവ് മണ്ഡലം കമ്മിറ്റി MLAയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാമ്പാടി സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൗണ്ടിലേക്ക് കൂറ്റൻ ആഞ്ഞിലി മരം കടപുഴകി വീണു. സമീപത്തെ പുരയിടത്തിൽ നിന്ന കൂറ്റൻ ആഞ്ഞിലിമരമാണ് വീണത്. സ്കൂൾ ബസ്, പാർക്കിംഗ് ഷെഡ് എന്നിവയ്ക്ക് നാശനഷ്ടം സംഭവിച്ചു. ബുധനാഴ്ച രാവിലെയാണ് സംഭവം. തുടർന്ന് JCB ഉപയോഗിച്ച് മരം നീക്കി. പാലാ നഗരസഭയിലെ CPM കൗൺസിലർ ബിനു പുളിക്കക്കണ്ടത്തിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിനു പുറമെ ജോസ് കെ മാണിക്കെതിരെ വിവിധയിടങ്ങളിൽ ഫ്ലെക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. പാലാ പൗരാവലിയുടെ പേരിൽ വെച്ച ഫ്ലെക്സ് ബോർഡ് കേരള കോൺഗ്രസ് എം കൗൺസിലർമാർ കത്തിച്ചു. പാലാ നഗരസഭയിലെ CPM കൗൺസിലർ ബിനു പുളിക്കക്കണ്ടത്തിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതിന് പിന്നാലെ പാലാ നഗരത്തിൽ ജോസ് കെ മാണിക്കെതിരായി പ്രത്യക്ഷപ്പെട്ട ഫ്ലെക്സ് ബോർഡുകൾ കത്തിച്ച് കേരള കോൺഗ്രസ് എം കൗൺസിലർമാർ. നഗരസഭയ്ക്ക് മുന്നിൽ പാലത്തിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡാണ് കീറി കത്തിച്ചത്. ബിനു പുളിക്കക്കണ്ടമാണ് പാലായിക്ക് അപമാനമെന്ന് കൗൺസിലർമാർ പറഞ്ഞു. ജോസ് കെ മാണിക്കും CPMനും മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് നഗരസഭാ വളപ്പിൽ നിന്നും ഇവർ ടൗണിലേക്ക് എത്തിയത്. നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തന്റെ നേതൃത്വത്തിലാണ് ഫ്ലെക്സ് ബോർഡുകൾ കീറി തീ കൊളുത്തിയത്. ഈ കൗൺസിൽ തുടങ്ങിയതു മുതൽ നഗരസഭയ്ക്ക് അപമാനകരമായ രീതിയിൽ തുടരുന്നയാളാണ് പോസ്റ്റർ സ്ഥാപിച്ചതെന്ന് ഷാജു തുരുത്തൻ പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ കൗൺസിലിന് തുടങ്ങിയ അന്ന് മുതൽ പാലാ നഗരസഭയ്ക്ക് അപമാനകരമായ രീതിയിൽ, വ്യക്തിഗത രീതിയിൽ പോസ്റ്റർ ഒട്ടിക്കുകയും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്ന സ്വഭാവത്തിൽപ്പെട്ട ഒരാളാണ് ഇന്ന് ഈ പോസ്റ്റർ ഇവിടെ വെച്ചത്. വാസ്തവത്തിൽ ഇത് ജോസ് കെ മാണിയോട് കഴിഞ്ഞ 5 വർഷമായി തുടങ്ങുന്ന ഒരു ശല്യമായിട്ടാണ് ഞങ്ങൾ ഇയാളെ കണക്കാക്കുന്നത്. കൗൺസിലർമാരായ ബൈജു കൊല്ലംപറമ്പിൽ, ജോസ് ചീരാങ്കുഴി, ജോസിൻ ബിനോ, പ്രവർത്തകരായ സുനിൽ പയ്യപ്പള്ളി, ബിജു പാലുപടവൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലാ. CPMൽ നിന്നും തന്നെ പുറത്താക്കിയത് ചില ആളുകളുടെ താൽപര്യങ്ങൾ കണക്കിലെടുത്താണെന്ന് പാലാ നഗരസഭാംഗം ബിനു പുളിക്കക്കണ്ടം. CPMന്റെ രാഷ്ട്രീയ നിലപാടിനെതിരെ ഇന്നുവരെ താൻ പ്രവർത്തിച്ചിട്ടില്ല.
ജോസ് കെ മാണിയുടെ പ്രവർത്തന ശൈലിക്ക് എതിരെ ജനങ്ങൾക്കിടയിൽ ശക്തമായ വികാരം രൂപപ്പെട്ടിട്ടുണ്ടെന്നും ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ബിനു പുളിക്കക്കണ്ടം. ജോസ് കെ മാണി എന്ന രാഷ്ട്രീയ നേതാവിനെതിരെയുള്ള ഒരു വികാരം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയോടെ പാലായിൽ മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹം കാണിക്കുന്ന ഒരു വികാരം എന്നോട് സംസാരിക്കുന്നവരുടെ വാക്കുകളിൽ കൂടി എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അത് രാഷ്ട്രീയ ഭേദമന്യേ ഒരുപക്ഷെ രാഷ്ട്രീയപരമായ വിരോധം മാത്രമല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മിത്രങ്ങൾ പോലും നമ്മളെ വിളിച്ച് പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയിലുള്ള വൈകല്യം ഞാൻ ചൂണ്ടിക്കാണിച്ചത് ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടതിനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കോട്ടയം ജില്ലയിലെ വിവിധയിടങ്ങളിൽ കവചം പരീക്ഷണം നടത്തി. പ്രകൃതി ദുരന്ത മുന്നറിയിപ്പ് സംവിധാനമാണിത്. ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിലും സൈറൺ മുഴങ്ങും. പ്രകൃതി ദുരന്ത മുന്നറിയിപ്പ് സംവിധാനമായ കവചത്തിന്റെ പ്രവർത്തന പരീക്ഷണത്തിന്റെ ഭാഗമായി സൈറന്റെ പ്രവർത്തന പരീക്ഷണം നടന്നു. കോട്ടയം ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണം ഉണ്ടായിരുന്നു. സംസ്ഥാനത്താകെ 85 സൈറണുകളുടെ പ്രവർത്തന പരീക്ഷണം വിവിധ സമയങ്ങളിലായി നടത്തുമെന്ന് കേരള ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഇത് തുടരും. കോട്ടയം ജില്ലയിൽ നാട്ടക ഗവൺമെന്റ് HSS VHSS, പൂഞ്ഞാർ എഞ്ചിനീയറിംഗ് കോളേജ്, അടുക്കം ഗവൺമെന്റ് ഹൈസ്കൂൾ, പാലാ മഹാത്മാഗാന്ധി ഹയർ സെക്കൻഡറി സ്കൂൾ, കോട്ടയം താലൂക്ക് ഓഫീസ് എന്നിവിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രവർത്തന പരീക്ഷണമാണ് ചൊവ്വാഴ്ച നടന്നത്. ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ കവചം എന്ന് പറയുന്ന പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട സുരക്ഷാ സംവിധാനമാണ് നമ്മുടെ കെട്ടിടത്തിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിൽ ക്രമീകരിച്ചിട്ടുള്ളത്. അതിൽ നിന്നാണ് 4 ഇഞ്ചോടുകൂടി ഇന്ന് സൈറൺ മുഴങ്ങിയത്. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കൗതുകമുള്ളൊരു കാഴ്ചയായിരുന്നുവെങ്കിൽ തന്നെയും നേരത്തെ തന്നെ അവരെ ഈ വിവരം അറിയിച്ചിരുന്നതിനാൽ അവർക്ക് ആശങ്ക ഉണ്ടായില്ല. 3 പ്രാവശ്യം സൈറൺ മുഴങ്ങുകയുണ്ടായി. 3 തരത്തിലുള്ള ശബ്ദം ആണ് കേൾക്കാനായിട്ട് കഴിഞ്ഞത്. ഒരു അത്യാഹിതം ഉണ്ടാകുമ്പോൾ ജനങ്ങളെ അലർട്ട് ചെയ്യുന്നതിന് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള പദ്ധതിയാണ് കവചം എന്ന് പറയുന്ന ഈ പദ്ധതി. ന്യൂസ് ബ്യൂറോ, പാലാ. കോട്ടയം ബസേലിയസ് കോളേജിൽ ഫുട്ബോൾ അക്കാദമി വരുന്നു. ഇതിന്റെ ഉദ്ഘാടനം ജൂലൈ 1 നടക്കും. കോട്ടയം ബസേലിയസ് കോളേജും ഫുട്ബോൾ ക്ലബ്ബായ അൽ എത്തിഹാദും ചേർന്ന് പ്രതിഭാധരനായ താരങ്ങളെ വാർത്തെടുക്കുന്നതിനായി ബസേലിയസ് കോളേജിൽ ഫുട്ബോൾ അക്കാദമി സ്ഥാപിക്കുന്നു. ഭാവിയിൽ സർവകലാശാല സംസ്ഥാന, ദേശീയ, അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള മികച്ച ടീമിനെ വാർത്തെടുക്കുകയെന്ന ലക്ഷ്യമാണ് കോളേജ് മുന്നോട്ട് വയ്ക്കുന്നത്. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്ക് അവരുടെ ക്ലാസ് സമയം കഴിഞ്ഞ് ഫുട്ബോൾ പരിശീലനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന വിധത്തിൽ ഫ്ലഡ്ലിറ്റ് സംവിധാനത്തോടെയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. കൂടാതെ ഉന്നത നിലവാരത്തിലുള്ള സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഒരുപറ്റം പരിശീലകരുടെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത്. കൃത്യമായ ഇടവേളകളിൽ ഓരോ താരത്തിന്റെയും പുരോഗതി വിലയിരുത്തുന്നതിനുള്ള സംവിധാനവുമുണ്ട്. മത്സര പരിചയത്തിനായി സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ ഞായറാഴ്ചകളിലും സൺഡേ ലീഗ് മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഇതിൽ മികവ് പുലർത്തുന്ന ടീമിനും കളിക്കാർക്കും പ്രത്യേക സമ്മാനം ഉണ്ടായിരിക്കും. പ്രോത്സാഹന സമ്മാനങ്ങളും സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ബാച്ചുകളിലായി അൽ എത്തിഹാദ് ഫുട്ബോൾ ക്ലബ്ബിൽ വിദഗ്ധ പരിശീലകരുടെ മേൽനോട്ടത്തിൽ ബസേലിയസ് കോളേജ് ഗ്രൗണ്ടിൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മുതൽ 9:30 വരെയായിരിക്കും പരിശീലനം. ഒരു ഫുട്ബോളിനെ ഒരു കോമ്പറ്റിറ്റീവ് പർപ്പസിൽ കാണാതെ റിക്രിയേഷണൽ ആസ്പെക്ട്സിലും അതുപോലെ തന്നെ ഒരു ഹെൽത്ത് പോയിന്റ് ഓഫ് വ്യൂവിലും അതിനെ കണ്ടുകൊണ്ട് അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെയും കൂടി ഇതിൽ പങ്കെടുപ്പിച്ച് ഈ അക്കാദമി പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ പരിചിതമല്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ഒരു ഫ്ലഡ്ലിറ്റ് സംവിധാനത്തിൽ പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഡേ ടൈം സാധാരണഗതിയിൽ അറിയാം, സ്കൂൾ കുട്ടികൾക്കാണെങ്കിലും കോളേജ് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും അവരുടെ അക്കാദമിക പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് പകൽ സമയത്ത് സാധാരണഗതിയിൽ ഇത് അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഫ്ലഡ്ലിറ്റ് സംവിധാനത്തിൽ രാത്രി ഒരു 7 മുതൽ ഒരു 9:30 വരെയുള്ള സമയത്തേക്കായിട്ടാണ് ഈ അക്കാദമിയുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആലോചിക്കുന്നത്. കോളേജിലെ വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈം ജോലിക്കും കായിക മേഖലയ്ക്ക് കൂടുതൽ സമയം കണ്ടെത്തുന്നതിനും മറ്റുമായി കോളേജിലെ പഠന സമയം ഈ അധ്യയന വർഷം മുതൽ രാവിലെ 8:30 മുതൽ 1:45 വരെയാക്കി പുനഃക്രമീകരിച്ചിട്ടുണ്ട്. ബസേലിയസ് ഫുട്ബോൾ അക്കാദമിയുടെ ഉദ്ഘാടനം ജൂലൈ 1 നടക്കും. വാർത്താ സമ്മേളനത്തിൽ ബസേലിയസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ബിജു തോമസ്, വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജ്യോതിമോൾ പി, അൽ എത്തിഹാദ് കോർഡിനേറ്റർ അച്ചു എസ്, കോളേജ് IQAC കോർഡിനേറ്റർ
ജിജിമോൾ PM, ബെസേലിയസ് കോളേജ് കായിക വിഭാഗം അധ്യാപകൻ ഫ്രാൻസി T. മാത്യു എന്നിവർ പങ്കെടുത്തു. ഫുട്ബോൾ അക്കാദമിയിൽ ചേരാൻ താൽപ്പര്യമുള്ളവർ 9074570761 9846244010 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അറിയിപ്പ്. പാലാ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലെ ഒഴിവുകളിലേക്ക് 14-ാം തീയതി 10-ന് അഭിമുഖം നടത്തും. വാഴൂർ SVRNSS കോളേജിൽ ഗണിതശാസ്ത്ര വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. കോട്ടയം കോളേജ് വിദ്യാഭ്യാസ ഉപമേധാവിയുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ 19-നകം principal@svmsscollege.com എന്ന ഇമെയിൽ വിലാസത്തിൽ അപേക്ഷയും ബയോഡേറ്റയും അയക്കണം. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് നൽകുന്ന SSLC പഠന സഹായത്തിനുള്ള അപേക്ഷകൾ ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 1 വരെ സമർപ്പിക്കാം. ഇതോടൊപ്പം SSLC ക്യാഷ് അവാർഡിനുള്ള അപേക്ഷകൾ ആഗസ്റ്റ് 31 വരെയും വിവിധ സ്കോളർഷിപ്പുകൾക്കുള്ള 1-ാം വർഷത്തെ അപേക്ഷകൾ കോഴ്സ് തുടങ്ങിയ ദിവസം മുതൽ 45 ദിവസം വരെയും സ്വീകരിക്കുമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ എക്സ്റേ യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി. പുതിയ ബ്ലോക്കിൽ ശീതീകരണ സംവിധാനത്തിൽ എക്സ്റേ ഡിജിറ്റൽ മെഷീൻ, ദന്തൽ എക്സ്റേ യൂണിറ്റും ഉദ്ഘാടനം ചെയ്തു. തിരുനക്കര പഴയ ബസ് സ്റ്റാൻഡിൽ ബസ് ബേ സംവിധാനം ഏർപ്പെടുത്തിയില്ല. ഇന്നു മുതൽ ബസ്സുകൾ കയറണമെന്ന നിർദ്ദേശം നടപ്പായില്ല. വ്യാഴാഴ്ച ബസ് സ്റ്റാൻഡ് പ്രവർത്തിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി. ചങ്ങനാശ്ശേരിയിൽ ജ്വല്ലറിയിൽ നിന്നും മാലകൾ മോഷ്ടിച്ചോടിയ യുവാവിനായി തെരച്ചിൽ. നഷ്ടപ്പെട്ടത് 2 പവൻ സ്വർണം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.